പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ ജ്വല്ലറിയും മൂർത്തിസ് ജ്വല്ലറിയും തമ്മിലുള്ള മത്സരത്തിൽ നയന വരച്ച ചിത്രത്തിന് തന്നെ ഫസ്റ്റ് അടിക്കുകയും എല്ലാവരുടെയും മുമ്പിൽ വിജയിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വിജയം, അനന്തപുരിക്കാരുടെ വിജയം നാഗേന്ദ്രന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നാഗേന്ദ്രൻ ഇതിലെന്തൊക്കെയോ ചതിയുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല, പല വലിയ ഡിസൈനുകളും കാണിച്ച് മാളവികയ്ക്ക് വരയ്ക്കാൻ കൊടുത്തതാണ്. അപ്പോൾ മാളവികയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ ഡേവിഡിനോട് എത്രയും പെട്ടെന്ന് മാളവികയെ ചോദ്യം ചെയ്യണമെന്നും നമ്മൾ ആരുമില്ലാത്ത നമ്മുടെ വീടുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവളെ ചോദ്യം ചെയ്യുക, എന്നാൽ പിന്നെ പേടിച്ചിട്ട് അവൾ സത്യങ്ങൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളും എന്നൊക്കെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഡേവിഡ് മാളവികയെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ഒരിടം വരെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളില്ലാത്ത ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഒരു സമയത്ത് മാളവിക നമ്മുടെ ആദർശിനെ വിവരം അറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത്, എന്താ സാർ ഇവിടെ ആരുമില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്താ ഞങ്ങളെ ഇട്ട് വട്ടം കറക്കാമെന്ന് കരുതിയോ, എല്ലാ കാലവും കള്ളത്തരം മൂടി വെച്ച് നടക്കാമെന്ന് കരുതിയോ, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ, എത്ര പല ഡിസൈനുകളും വലിയ ഡിസൈനുകളും നിനക്ക് കാണിച്ചു തന്നിട്ടും നിനക്ക് ഫസ്റ്റ് മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിൻ്റെ ഭാഗത്ത് വന്ന തെറ്റ് മാത്രമാണ്, നീ ആരെയോ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാളവിക പറയുന്നുണ്ട്, ഞാൻ ആരെയും സഹായിക്കുന്നില്ല, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ഇതിന് മികച്ചതായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ മാളവിക ഡേവിഡിനോട് പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് നീ പലതവണ ഫോൺ ചെയ്യുന്നതായിട്ടും മാറി നിന്ന് സംസാരിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്, പിന്നെ ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് നിൽക്കുന്നത്, ഇതുവരെ നേരിട്ട് നീ വരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുമില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്താണ് എന്നുള്ളത് സത്യം പോലെ പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല, നിനക്ക് നിൻ്റെ വീട്ടുകാരെയും ആരെയും കാണാൻ ഒക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡേവിഡ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഡേവിഡ് മാളവികയുടെ മേൽ കൈവയ്ക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് നമ്മുടെ ഡേവിഡിനിട്ട് നല്ലോണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്താടാ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ നോക്കുകയാണോ, ഇല്ലാതാക്കാൻ നോക്കുകയാണോ, കൊല്ലാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ആദർശ്. എന്നിട്ട് നീയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് സത്യം തന്നെയാണ്, ശത്രുവിനെ കണ്ടെത്താനുള്ള ഒരു മാർഗം തന്നെയായിരുന്നു മാളവിക ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മാളവികയും പറയുന്നുണ്ട്, അതേടാ നിന്നെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആവുന്നതോളം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ഇനിയും ഞാൻ ശ്രമിക്കും, ഇനിയിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കിട്ടേണ്ടതൊക്കെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഡേവിഡിനോട് പറയുകയാണ്. അങ്ങനെ മാളവികയുടെ ആ ഒരു ഇത് കണ്ടിട്ട് ഡേവിഡ് ആകെ നെറ്റിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഡേവിഡിനെ എടുത്ത് കുടഞ്ഞിട്ട് ആദർശ് ചോദ്യം ചെയ്യുകയും, നിൻ്റെ പിന്നിലുള്ള ആ ഒരാൾ കിങ് കോബ്ര എന്ന് പറയുന്ന ആൾ ആരാണടാ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ ഇടിയിൽ പേടിച്ച് വിറച്ച് ഡേവിഡ് സത്യം തുറന്നു പറയുകയാണ്. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെ അന്വേഷിച്ച് ഇറങ്ങുകയും വഴിയിൽ വെച്ച് നാഗേന്ദ്രനെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീ എല്ലാ കാലവും ഒളിഞ്ഞു മരിക്കാമെന്ന് കരുതിയോ, നീ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ ജലജാൻറ്റിയുടെ ഭർത്താവല്ലേ, നീ പകരം വീട്ടാനായിട്ട് വന്നിരിക്കുകയാണല്ലേ, നീയാണല്ലേടാ എൻ ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ, നിന്നെക്കുറിച്ച് ഞങ്ങൾ അറിയില്ല എന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനും ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആദർശിൻ്റെ പ്രതികരണം കണ്ടിട്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് നാഗേന്ദ്രൻ.